നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ 2024 വിഷു വർഷക്കാലത്തെ ഫലങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അത്തം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ അധ്യായത്തിൽ ചിത്തിര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലത്ത് ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത്. ചിത്രയെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ഗുണാനുഭവങ്ങൾ ഏറെ നിൽക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. പൊതുവായിട്ട് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളായിട്ടുള്ള ചിത്ര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ഇഷ്ടമേഖലയിൽ വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ ഇഷ്ടമേഖലയിൽ വിദ്യാഭ്യാസത്തിന് പ്രവേശനം, അതായത് നിങ്ങളിപ്പോൾ ഇന്ന കോഴ്സ് പഠിക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ തന്നെ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നതായിരിക്കും. യാതൊരു സംശയവും വേണ്ട. പരീക്ഷകളിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കുവാൻ ചിത്ര നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പരിശ്രമത്തിന്, നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഫലം ഈ പരീക്ഷകളിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷകളുടെ മാർക്കിലൂടെ നിങ്ങൾക്ക് കാണുവാനും അനുഭവിക്കുവാനും സാധിക്കുന്നതായിരിക്കും. അതിലൂടെ കുടുംബത്തിലുള്ളവർക്ക് സന്തോഷം കൊടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. സാമ്പത്തികപരമായി സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ആദ്യ പകുതിക്ക് ശേഷമാണ് മാറ്റം കണ്ടുവരുന്നത് ഈ ചിത്ര നക്ഷത്ര ജാതരെ സംബന്ധിച്ച്. അതായത് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം എന്നീ മാസങ്ങൾ പിന്നിട്ടതിന് ശേഷമായിരിക്കും കുറച്ചുകൂടി സാമ്പത്തികപരമായിട്ടുള്ളൊരു മെച്ചം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതിലൂടെ പല വിഷയങ്ങളും, പ്രതിസന്ധികളും, സാമ്പത്തിക പ്രതിസന്ധികൾ, കടബാധ്യതകൾ, മറ്റു വിഷയങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് തീർക്കുവാനും തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും. അതിലൂടെ കുറേയൊക്കെ ഒരു സന്തോഷം, അല്പമൊക്കെ ഒരു മനസ്സന്തോഷം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. കുടുംബപരമായിട്ട് ചിത്ര നക്ഷത്ര ജാതരായിട്ടുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുടുംബപരമായിട്ട് വാക്തർക്കങ്ങൾ, കലഹങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട്. വളരെ അടുത്ത് ഇടപെട്ടിരുന്ന ബന്ധുമിത്രാദികളിൽ നിന്നുമൊക്കെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ശത്രുതാ മനോഭാവമൊക്കെ ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ കുറ്റം കൊണ്ടൊന്നും ആയിരിക്കില്ല. പലരും നിങ്ങൾക്ക് വയ്ക്കുന്ന പാരകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ. സത്യസന്ധമായിട്ട് നിങ്ങൾ ജീവിക്കുമ്പോഴും നിങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും കുറ്റം കണ്ടെത്തി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള പാരകൾ കൂടി നിങ്ങളുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ. സന്താനങ്ങളിലൂടെ സന്തോഷം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിലും സന്താനങ്ങളുടെ ഗുണങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ കൂടി ഈ വിഷു വർഷകാലത്തിൽ കുടുംബപരമായിട്ട് ചിത്ര നക്ഷത്ര ജാതർക്ക് ഉണ്ടാകും. വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് അത്ര അനുകൂലമായ സമയമല്ല ചിത്ര നക്ഷത്ര ജാതരായിട്ടുള്ളത്. പുരുഷന്മാർക്കായിരുന്നാലും സ്ത്രീ ജനങ്ങൾക്കായിരുന്നാലും അത്ര ഗുണകരമായ ഒരു സമയമായിട്ട് ഈ വിഷു വർഷക്കാലം കാണുന്നില്ല. എന്നിരുന്നാലും നേരത്തെ വിവാഹമൊക്കെ ഉറപ്പിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇത് കേട്ടതിൻ്റെ പേരിൽ മാറ്റാനൊന്നും നിൽക്കേണ്ട. അതിൻ്റെ വേണ്ടിയിട്ടുള്ള ചെറിയ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് മുമ്പോട്ട് പോവുക. ഈ നിലവിൽ വിവാഹം നോക്കുവാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഒരു വിഷു വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം നോക്കുന്നതായിരിക്കും കുറേ കൂടി ഗുണകരം എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടമാണ്, വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്. അത് ആലോചിച്ച് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഉദ്യോഗ സംബന്ധമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നാളുകളായിട്ട് ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉദ്യോഗം ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ വിഷു വർഷകാലം എന്ന് പറയുന്നത്. നിങ്ങൾ പരിശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളൊരു പരീക്ഷ എഴുതി ഒരു ജോലിക്ക് കയറുവാൻ ശ്രമിക്കുന്നവരായിരുന്നാലും, അല്ലാതെ നിങ്ങളൊരു ഇൻ്റർവ്യൂ ബേസ് ചെയ്തൊക്കെ ജോലിക്ക് കയറാൻ ശ്രമിക്കുന്നവരാണെങ്കിലും ഒക്കെ എന്തായിരുന്നാലും ഒരു ഉദ്യോഗം, നിങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു ഉദ്യോഗം ഈ വിഷു വർഷക്കാലത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും. ഭൂമി സംബന്ധമായിട്ട് ചിത്ര നക്ഷത്ര ജാതർക്ക് വളരെയധികം ഗുണകരമാണ് ഈ വിഷു വർഷക്കാലം. ഭൂമി വാങ്ങുവാനായിരുന്നാലും വിൽക്കുവാനായിരുന്നാലും നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഈ ഒരു വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. അതുപോലെ ഗൃഹലാഭം, പുതിയ ഗൃഹങ്ങൾ വാങ്ങുവാനോ അല്ലെങ്കിൽ പുതിയ വീടുകളിലേക്ക് താമസം മാറുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് ഈ വിഷു വർഷക്കാലം. കാർഷിക മേഖലയിൽ നിൽക്കുന്ന ചിത്ര നക്ഷത്ര ജാതരായിട്ടുള്ളവർക്കും, പ്രത്യേകിച്ചും ക്ഷീരകർഷകരായിട്ട് ഉള്ള ചിത്ര നക്ഷത്ര ജാതര ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് നല്ല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ കാലയളവിൽ തീർച്ചയായും സംഭവിക്കുന്നതായിരിക്കും. പെട്ടെന്ന് നിങ്ങളുടെ വിപണിയിൽ ഒരു മുന്നേറ്റം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ബിസിനസ് സംബന്ധമായിട്ട് പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ
വർഷത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷമാണ് ഈ സാമ്പത്തികമായിട്ടുള്ളൊരു പുരോഗതി എന്ന് പറഞ്ഞത്. അത് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ബാധകമാണ്. വർഷത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു പുരോഗമനം ബിസിനസ് മേഖലയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ പുതിയ സംരംഭങ്ങൾ നിങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ ആദ്യ പകുതിക്ക് ശേഷമേ തുടങ്ങാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേയേറെ കൈനഷ്ടങ്ങൾ സംഭവിക്കുവാനൊക്കെ സാധ്യത കൂടി ഈ ഒരു കാലയളവിൽ കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ചിത്ര നക്ഷത്ര ജാതരായിട്ടുള്ള പുരുഷന്മാർക്കായിരുന്നാലും സ്ത്രീ ജനങ്ങൾക്കായിരുന്നാലും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എല്ലാവിധ ആരോഗ്യ നിറവോടും കൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. എന്നാൽ മധ്യവയസ്കരായിട്ടുള്ള വാഹനം ഉപയോഗിക്കുന്ന പുരുഷന്മാർ വളരെയധികം ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിലുള്ള അപകടങ്ങളൊക്കെ വന്നു ഭവിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ പൊതുവെ ഗുണാനുഭവങ്ങൾ കുറച്ച് ഏറെ നിൽക്കുകയും എന്നാൽ ചെറിയ തോതിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു ഭവിക്കുകയും ചെയ്യുന്ന ഒരു വിഷുവർഷക്കാലമാണ് ചിത്രയെ സംബന്ധിച്ച് ഈ ഒരു കാലയളവെന്ന് പറയുന്നത്. ദോഷപരിഹാരാർത്ഥം ചിത്ര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭദ്രകാളിക്ക് വേണ്ട ദേവിക്ക് വേണ്ട വഴിപാടുകൾ ചെയ്യുന്നതും ഭദ്രകാളി 10 കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ഭദ്രകാളി 10 എന്ന് പറയുന്ന ദേവിയുടെ ആ ഒരു സ്തുതി അത് ജപിക്കുന്നതും ഭദ്രകാളി അഷ്ടോത്തര ശതനാവലി ജപിക്കുന്നതും കാളി സഹസ്രനാമ സ്തോത്രം അറിയാമെങ്കിൽ അത് പറ്റുന്ന ദിവസങ്ങൾ പ്രത്യേകിച്ചും ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ കാളി സഹസ്രനാമം സന്ധ്യാനേരങ്ങളിൽ നിങ്ങൾ ജപിക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. അത് അല്ല എങ്കിൽ കാളി സഹസ്രനാമം അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ലളിതാ സഹസ്രനാമം ജപിച്ചാലും മതിയാകും. ഇതിലേതെങ്കിലും ഒരു സഹസ്രനാമം നിങ്ങൾ ജപിച്ച് വരുന്നത് വളരെയധികം നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ ഈ വിഷുവർഷക്കാലത്തിൽ സംഭവിക്കുന്നതിന് സാധ്യത ഉണ്ടാക്കും. അതുപോലെ തന്നെ ചിത്ര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ സൂര്യനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത്, അതായത് മാസത്തിൽ ഒരു തവണയെങ്കിലും ഏതെങ്കിലും ഒരു ഞായറാഴ്ചയെങ്കിലും സ്വന്തം വീട്ടുപടിക്കൽ ആദിത്യന് പൊങ്കാല അർപ്പിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും. വിഷു വർഷക്കാലത്തിൽ ഉടനീളം നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ മേടമാസത്തിലെങ്കിലും നിങ്ങളൊരു ഞായറാഴ്ച ദിവസം ചിത്ര നക്ഷത്ര ജാതരായിട്ടുള്ളവർ ആദിത്യന് പൊങ്കാല ഇടുന്നത് വളരെ ശ്രേഷ്ഠമായി കാണുന്നു. ഭഗവാന്റെ ഒരു കാരുണ്യം, ഭഗവാന്റെ ഒരു അനുഗ്രഹം, ഒരു സൂര്യപ്രകാശം പോലെ നിങ്ങളുടെ ജീവിതം വെട്ടിത്തിളങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വസ്തുതയായി നിങ്ങൾക്കത് കണക്കാക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ജീവിതത്തിൽ ഒരു മാറ്റം സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാലയളവ്. അതിനുള്ള ഈശ്വരാധീനവും ചിത്ര നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷക്കാലത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ എല്ലാ ചിത്തിര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു വിഷുവർഷക്കാലം ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ച് നിർത്തുന്നു. നമസ്കാരം.